കറക്റ്റ് 1 മണിക്കാണ് പോകണത്. 1 മണിക്ക് പോയാലും നല്ല ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇച്ചിരി വെയിൽ വീഴുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ മാവ് നട്ട് കൊടുത്തിട്ട് വേണം. ഇനിയിപ്പം മാവ് ആയി വരാൻ കുറച്ച് വലുതായി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. ഈ ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഈ മാവ് നട്ട് ഇവിടെ ഒരു പേരും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മാവാണ്. 12 മാവുകളും ഉണ്ട്. പഴയൊരു മാവ് ബാക്കിലുണ്ട്. അപ്പോൾ 13 മാവുകളുണ്ട് ഈ പ്രദേശത്ത്. ഇവിടെ മാത്രമാണ് ചെറുതായിട്ട്. അപ്പുറത്ത് കാണാൻ നമ്മുടെ കസിൻ്റെ വീടാണ്. ഇവിടെ മാത്രമാണ് കസിൻ്റെ വീടാണ്. ഇവിടെ മാത്രം. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാവിൽ മാമ്പഴം ഉണ്ടായിട്ടുണ്ട്. നനച്ചതിൻ്റെ ചെറിയ ഇത് കാല് സ്ലിപ്പ് ചെയ്തതിൻ്റെ പാടാണ് കാണുന്നത്. നനയ്ക്കാം. നമ്മൾ ജാതി ഏരിയയിട്ട് കയറി കഴിഞ്ഞാൽ കാര്യമായ ഇത് നട്ടുച്ച സമയത്തും ഈ ജാതിത്തോട്ടത്തിൻ്റെ ജാതി ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നട്ടുച്ച സമയത്തും സൺലൈറ്റ് താഴെ വീഴില്ല. അത്ര തണലായിരിക്കും ഇവിടെ. നമുക്ക് ഉച്ചയ്ക്ക് സമയത്ത് ഇപ്പോൾ 1 o'clock ടൈമാണ്. 1 o'clock നൂണിൽ വന്നാലും ഇവിടെ കണ്ട ഫ്ലോറിൽ എന്തോരം സ്ഥലത്ത് ഈ വെയിൽ ഉണ്ടെന്ന് നോക്കി. ഇവിടെ ഒരു ചെറിയ ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ ഒരു ജാതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വലുതാവണ വരെ അവിടെ ചെറിയ വെയിലുണ്ടാവും. അത് വലുതായി കഴിഞ്ഞാൽ അവിടുത്തെ വെയിലും പോകും. അപ്പുറത്ത് അതുപോലെ ചെറിയൊരു ജാതി ഉണ്ട്. അത് വലുതായി കഴിഞ്ഞാൽ അവിടുത്തെ തണൽ പോവും, വെയിൽ പോവും. അത് വെയിൽ മുഴുവൻ ഈ ജാതിയുടെ പുറത്തായിരിക്കും അടിക്കണേ. തറയിട്ട് വരില്ല. ഇവിടെയുള്ള ജാതി ചെറുതാണ്. അതാണ് ഇവിടെയൊക്കെ ഇച്ചിരി വെയിൽ ഇവിടെ താഴെ കാണുന്നത്. ഫുൾ ഗ്രോ ചെയ്ത് ജാതിയുടെ അവിടെ തറയിൽ വെള്ളം വീഴില്ല. ആ തറയിൽ മറ്റേ സൂര്യപ്രകാശം വീഴില്ല. ഇത് കണ്ടോ ഇവിടെ ഇത് കണ്ടോ. ഇതും ഇവിടെ ഫുൾ ഗ്രോ ചെയ്ത ജാതികൾ. ഈ ഏരിയയിൽ സൂര്യപ്രകാശം വീഴില്ല. ഇതെല്ലാം ഫുൾ ഗ്രോ ചെയ്ത ജാതികളുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ കുറച്ച് 2-3 മാവുണ്ടേണ്ട്. ഇത് പറിച്ച് മാറ്റി ഇടണമെന്നാണ്. ഇവിടെ ജാതി ആയതുകൊണ്ട് വലിയതും പറിക്കാൻ പറ്റില്ല. ചെറുത് 2-3 പറിച്ച് മാറ്റി ഇടാൻ പറ്റും. ഇവിടെയൊന്നും സൂര്യപ്രകാശം തറയിൽ വീഴില്ല ജാതിയുടെ. ഇവിടെ ഒരു ചെറിയ ജാതിയുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടൊന്നും വീഴില്ല. ഇവിടെയാണ് പണ്ടും ഈ ജാതിയും ഈ ജാതിയാണ് നമ്മുടെ ഇതിന് പകരം മരോട്ട് വെട്ടിയപ്പോൾ പകരം വെച്ച് കൊടുത്തു. ഇവിടെ 3 ബഡ്ഡിയാതി ഞാൻ വെട്ടിക്കളഞ്ഞു. കായ്ഫലം ഇല്ലാത്ത ഈ ഏരിയയിൽ. അവിടെയാണ് എന്തെങ്കിലും പ്ലാൻ ചെയ്യേണ്ടത്. 3 ഐറ്റംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടേ. ആ സ്പേസ് ഓപ്പണായി വന്നേക്കണുണ്ടോ. ഒരു 3 ജാതി വെട്ടിയതിൻ്റെ സ്പേസാണ്. ഇത് മാംഗോസ്റ്റിൻ. അതിലിപ്പോൾ ഫ്രൂട്ട്സായി. ഇവിടെയൊക്കെ ജാതി വലുതാവാറുണ്ട്. ഇതെല്ലാം ബഡ് ജാതികളാണ്. വലുതായി കഴിയുമ്പോൾ ഇവിടെയൊന്നും തറയിൽ വെയിലേ കാണില്ല. ഇനി ഇവിടെ കുറച്ച് സ്ഥലത്ത് പുതുതായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അങ്ങനെ അറ്റത്തേക്കൊക്കെ വെയിൽ കുറവാണ്. ഇവിടെ ഒരു 4-5 ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാം. ഇവിടെ 2 പ്ലാവും കുറേ മഹാഗണി വെട്ടിക്കളഞ്ഞു. ഈ ഏരിയയിൽ ഒരു 2 പ്ലാവ്, 2 പൊങ്ങിയിലും 2-3 മഹാഗണി ഉണ്ടാവും. ചെറു മഹാഗണികൾ. അങ്ങനെ 5-6 മരങ്ങൾ വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു 5 മരങ്ങൾ വേറെ ഒന്നുമില്ല. ആ ബാക്കിലേക്ക് വെയിൽ കുറവാണ്. കണ്ടില്ല, വെയിൽ വീഴുന്നില്ല. ആ ബാക്കിലുള്ള വലിയ മരങ്ങളുടെ തള്ളുണ്ട്. ഇവിടെ അങ്ങേയറ്റത്ത് വേണമെങ്കിൽ അവിടെ ഒരു മാവും തൈ ഉണ്ട്. അവിടെ സ്ഥലമുണ്ടെങ്കിൽ ഈ ഏരിയയിലും എല്ലാം ഒരു ഇത് നട്ടു കൊടുക്കണം. പിന്നെ സപ്പോർട്ട് ഒരെണ്ണം നട്ടു കൊടുക്കണം. സ്പേസ് ഉണ്ടെങ്കിൽ, കെട്ടിടത്തിൽ നിന്ന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇനഫ്.
ഇവിടെ ഒന്നും നടാനില്ല, ഇവിടെയൊക്കെ ഫുള്ളാണ്. ഇത്ര ഒന്നും നടാനില്ല. ഇവിടെ ഈ ഏരിയയിലാണെങ്കിൽ ഇവിടെ ഒരു പ്ലാവും ഒരു 4 മഹാഗണി ഈ സൈഡ് വഴി വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ 1-2 മാവും തൈ വെച്ച് കൊടുക്കാം. ഈ സ്ഥലത്ത് ഒരു മാവുണ്ട്, ഇതൊരു പ്രിയൂർ മാവാണ് ഈ കാണുന്നത്. പ്രിയൂര അത് ആ മേളിൽ കാണുന്നത്. അതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ 2 മാവും തൈ വെച്ച് കൊടുക്കാം. ഇപ്പുറത്തേക്ക് പറ്റില്ല, ഇവിടെ ഇത് മറ്റേ ജാതിയാണ് നിൽക്കണേ. അതിപ്പോൾ ചെറുതാണ്, പക്ഷേ വലുതായി കഴിയുമ്പോൾ ബാക്കി ആ ഏരിയ മൊത്തത്തിൽ കവേർഡാവും. ഇതും ജാതിയാണ്, അത് നിൽക്കണം ജാതിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും കാര്യമായിട്ട് വെക്കാനില്ല. 2 മാവും തൈ അവിടെ കാര്യമായിട്ട് വെക്കാനുള്ളൂ. പിന്നെ ഇവിടെ വല്ല ബാക്ക് സൈഡിൽ വല്ല പ്ലാവും തൈ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കേണ്ട വരും. ഇത്രയൊക്കെയാണ് ഇവിടെ ചെയ്യാനുള്ള പണികൾ. ഒരു 10-15 മരങ്ങൾ വെച്ച് കൊടുക്കാനുണ്ട്.